അയ്യോ, വണ്ടി റിവേഴ്സിൽ പോവാണല്ലോ. നീ നോക്ക്, നീ അങ്ങനെ പറയുന്ന ആളൊന്നുമല്ല. അതിനെപ്പറ്റി ഈ അച്ഛന് നന്നായിട്ട് അറിയാം. ഇത് നീയായിട്ട് പറഞ്ഞതാണോ അതോ മറ്റാരെങ്കിലും നിന്നെ കൊണ്ട് പറയിപ്പിച്ചതാണോ? അയ്യോ, അച്ഛൻ കറക്റ്റായിട്ട് കണ്ടുപിടിച്ചല്ലോ. കവിൻ, നിന്നോടാ ഞാൻ ചോദിക്കുന്നത്, എന്താ നീ ആലോചിക്കുന്നത്? ആരെങ്കിലും എന്നോടങ്ങനെ ചോദിക്കാൻ വേണ്ടി നിന്നോട് പറഞ്ഞായിരുന്നോ? കവിൻ, അച്ഛ ആരും പറഞ്ഞല്ല അച്ഛാ, ഞാനായിട്ട് ചോദിച്ചതാ. അച്ഛ രണ്ടാമതൊരു കല്യാണം കഴിക്കച്ചാ, പ്ലീസ് അച്ഛാ. കവിൻ, സ്റ്റോപ്പ് ഇറ്റ്. എടാ, എനിക്കിനി ഒരു കല്യാണം കഴിക്കാനൊന്നും പറ്റില്ല. അത് മാത്രമല്ല, എനിക്ക് അതിനോട് ഒട്ടും താല്പര്യമില്ല. എടാ, നിനക്ക് യാതൊരു കുറവില്ലാതെ അല്ലടാ ഞാൻ നിന്നെ നോക്കുന്നത്. നിനക്ക് അച്ഛനായിട്ടും അമ്മയായിട്ടും എല്ലാമായിട്ടും ഞാനില്ല ഇവിടെ. പിന്നെ എന്തിനാ നിനക്ക് അമ്മ വേണമെന്നുള്ള വിചാരം വരുന്നത്? അറിയില്ല അച്ഛാ, എന്നാ എനിക്ക്. കവിൻ, മതി. ഈ ലോകത്ത് നിനക്ക് വേറെ എന്ത് വേണമെങ്കിലും ചോദിക്കാം, ഞാനത് സാധിച്ചു തരാം. എന്നാ അമ്മ വേണമെന്ന് മാത്രം പറയരുത്. എനിക്കത് സാധിച്ചു തരാൻ പറ്റില്ല. നീ ഇങ്ങനെ ചോദിക്കുമ്പോൾ എനിക്ക് എന്തുമാത്രം വിഷമമുണ്ടെന്നറിയോ? ഇതോടെ നിർത്തിക്കോണം. ഇനി വീണ്ടും എന്നോട് ഇതെപ്പറ്റി ചോദിക്കരുത്. നീ ചോദിച്ചിട്ട് എനിക്കത് സാധിച്ചു തരാൻ കഴിഞ്ഞില്ലെങ്കിൽ എനിക്കത് വേദന ഉണ്ടാക്കും. അച്ഛാ, ഇല്ല അച്ഛാ, ഞാൻ എന്താ പറഞ്ഞിരുന്ന അച്ഛാ? കവിൻ, പ്ലീസ്. നീ അമ്മയെ വേണമെന്ന് പറയുമ്പോ ഞാൻ നിന്നെ ശരിക്കും നോക്കുന്നില്ല എന്നുള്ള ഒരു ഗിൽറ്റി ഫീലിംഗ് എനിക്ക് ഉണ്ടാവുന്നുണ്ട്. ആ മനപ്രയാസം നീ അച്ഛന് തരരുത്, മനസ്സിലായോ? ഇത്രയൊക്കെ പറഞ്ഞിട്ടും ആരെയും കണ്ടില്ല. പറഞ്ഞതൊക്കെ വെറുതെ ആയിപ്പോയി. അച്ഛമ്മേ, പ്ലാനൊക്കെ പൊളിഞ്ഞുപോയി. ടോട്ടലായിട്ട് ഫെയിൽ. അച്ഛനടുത്ത് മാരേജിന്റെ കാര്യം പറഞ്ഞാലേ മുഖമെല്ലാം മാറിയൊരു ടെറർ ആവണുണ്ട്. ടെൻഷൻ ആവും അച്ഛൻ. ഞാനായതുകൊണ്ട് അച്ഛൻ വിട്ടത്. നിങ്ങൾ ആരെങ്കിലും പോയി ചോദിച്ചായിരുന്നെങ്കി ഭയങ്കര വഴക്കുണ്ടാവുന്ന ഉറപ്പാ. ഡ്യൂഡ്, ഇവിടെ നടന്നതെല്ലാം ഞങ്ങള് റൂമിന്റെ പുറത്തുനിന്ന് കാണുന്നുണ്ടായിരുന്നു. അച്ഛമ്മക്ക് ഇപ്പൊ വിഷമാവുന്നുണ്ടോ? എന്നാ വിട്ടേക്ക്. അച്ഛനത് ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞില്ലേ? നിങ്ങൾ എല്ലാവരും പോയി നിങ്ങളുടെ ജോലി നോക്ക്. ഒരു മിനിറ്റ്. അല്ല, ഗുണ്ടുമണിക്ക് അത്യാവശ്യമായിട്ട് അങ്ങോട്ടെങ്കിലും പോവാനുണ്ടോ? നമ്മളിത് ഉപേക്ഷിക്കാൻ പാടില്ല. വീണ്ടും വീണ്ടും നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. എന്ത് ശ്രമിച്ചോണ്ടിരിക്കണോന്നോ? അച്ഛമ്മേ, അത് ഓപ്പണിങ്ങിൽ തന്നെ എന്റെ കാർഡിട്ട് പോയില്ലേ? ഇനിയും അച്ഛമ്മ ഇതിനെപ്പറ്റി സംസാരിച്ചാ അത് ശരിയാവും തോന്നുന്നുണ്ടോ? ദേവയാനി, ഇങ്ങനെ ഒറ്റയടിക്ക് പോയി ചോദിച്ചാലൊന്നും കാര്യം ശരിയാവും തോന്നുന്നില്ല. വേറെ എന്ത് ചെയ്യണമെന്നാ പറയുന്നേ? അമ്മ വേണോന്ന് അവൻ വായ കൊണ്ടൊന്നും പറയാതെ ഒരു പേപ്പറിൽ എഴുതി കൊടുക്കാന്നാണോ? എടാ ഓട്ടവായ, ഇടയ്ക്ക് കയറി പറയാതെ മുഴുവൻ കേക്ക്. അവന്റെ കാര്യം വിട്, അമ്മ പറയേ. കവിമോന് അമ്മ വേണോന്നുള്ള വാശിയില് നമ്മളും അത് മുതലെടുക്കണം. വിക്രം അനുസരിക്കുന്ന മാതിരി ഒരു സ്വീക്കൻസ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അതെങ്ങനെയമ്മേ? എനിക്ക് മനസ്സിലായില്ല. എടാ രാമചന്ദ്ര, ഇപ്പൊ തന്നെ കവിമോൻ ചെന്ന് അമ്മ വേണോന്ന് പറയുമ്പോ വിക്രമിന് സംശയം വരും, ദേഷ്യം വരും. ഇത് സ്വയം പറയുന്നതാണോ അതിന്റെ പിന്നിൽ ആരെങ്കിലും ഉണ്ടോന്ന് അവന് സംശയം തോന്നും. എന്നാലേ അവന്റെ കൺമുമ്പിൽ തന്നെ കവിമോൻ അമ്മ വേണമെന്ന് സങ്കടപ്പെടുമ്പോ, അമ്മ വേണമെന്ന് വാശി പിടിക്കുമ്പോ, അമ്മയില്ലാതെ എനിക്ക് പറ്റില്ല എന്ന് പറയുമ്പോ തീർച്ചയായിട്ടും അവനൊരമ്മ വേണോന്ന് അവൻ സമ്മതിക്കുന്ന മാതിരി നമ്മളും അതിന് ശ്രമിക്കണം. അങ്ങനെ ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും കവിന് വേണ്ടി വിക്രം ഇനി ഒരു കല്യാണത്തിന് സമ്മതിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എനിക്ക് തോന്നുന്നു മുത്തശ്ശി പറഞ്ഞതുപോലെ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും വർക്കൗട്ട് ആവും. അതെ മാഡം,
ഈ വഴിക്ക് പോവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ജയിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ് മാഡം. ശരി ശരി. അപ്പോ കവിനെ വെച്ച് ഇനി നമുക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റുമോന്ന് ഒന്ന് പ്ലാൻ ചെയ്തു പറ. നമുക്കത് ശ്രമിച്ചുകൊണ്ടേയിരിക്കാം. ഏത് റൂട്ട് സ്വീകരിച്ചാലും എനിക്ക് പ്രശ്നമില്ല. എങ്ങനെയായാലും വിക്രം കല്യാണത്തിന് സമ്മതിക്കണം. അതുമാത്രം എന്റെ ആവശ്യം. വീണ്ടും എന്നെ ഹെൽപ്പ് വേണം തോന്നുന്നുണ്ടോ? ആ അതെ ഡ്യൂഡ്, ഈ പ്രോസസ്സിൽ നീ തന്നെ മുന്നിൽ നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യണം. ആക്ച്വലി ഈ കഥയില് ഹീറോ തന്നെ നീയാ. അതൊക്കെ ശരി തന്നെ. ഇതുകൊണ്ട് എനിക്കെന്താ ഗെയിൻ? മോൻ എന്താ വേണ്ടതെന്ന് പറഞ്ഞാ മതി, അത് തരാലോ. കേക്കാണോ ഐസ്ക്രീം ആണോ? ഐസ്ക്രീം ആണോ അതോ കേക്കാണോ? ബ്രൗണി റെഡി ആയിട്ടുണ്ട്, എന്താ കഴിക്കാല്ലേ? അതിന്റെ ഒന്നും ആവശ്യമില്ല. ചോക്കോബാർ. വിക്രം സാറ് രണ്ടാം കല്യാണത്തിന് സമ്മതിക്കുന്നതിന് മുമ്പ് തന്നെ ഇവൻ കേക്ക് തിന്ന് കുട്ടിക്കുബേരന്റെ പ്രതിമ പോലെ ആകുമെന്നാ തോന്നുന്നത്. എന്താടാ പറഞ്ഞേ? ഒന്നുമില്ല. ഞാനേ ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് ശ്ലോകം ചൊല്ലിയതാ. എല്ലാം ഭംഗിയായിട്ട് നടക്കണമല്ലോ, അതിനു വേണ്ടിയാ. അച്ഛമ്മേ, ഞാൻ എന്തൊക്കെ തിന്നാൻ ചോദിക്കുന്നുണ്ടോ അതൊക്കെ വാങ്ങി തന്നോണ്ടേയിരിക്കെ. ഞാന് അച്ഛന്റെ ബ്രെയിൻ ഒന്ന് ട്യൂൺ ചെയ്ത് അച്ഛനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ സമ്മതിക്കാൻ ഞാൻ ശ്രമിച്ചോളാം. നിങ്ങക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ പറഞ്ഞേക്ക്. ഐ വിൽ ടേക്ക് കെയർ. ഡോണ്ട് വറി. കവിനുള്ളപ്പോ എന്തിനാ പേടിക്കുന്നത്? അയ്യോ, അമ്മേ, എങ്ങോട്ടാ അമ്മ പോകുന്നത്? ഞാൻ കടയിൽ പോയി സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വരാം. സൂക്ഷിച്ചിരിക്കണേ. അമ്മ ധൈര്യമായിട്ട് പൊക്കോ, മുത്തശ്ശി എന്നെ നോക്കിക്കോളും. നീല, പറഞ്ഞോ അമ്മേ. ആരും ദേഷ്യപ്പെട്ട് ഭക്ഷണം കഴിക്കാതൊന്നും ഇരിക്കണ്ട. വിശക്കുമ്പോ കിച്ചണില് ഭക്ഷണം ഇരിക്കുന്നുണ്ട്, അതെടുത്ത് കഴിക്കണം. മുത്തശ്ശി, അമ്മ മുത്തശ്ശിയോടാ പറയണത്. മുത്തശ്ശിയെ ഞാൻ നോക്കിക്കോളാം അമ്മേ. അമ്മ മെല്ലെ വന്നാ മതി. മുത്തശ്ശി, പറ മോളെ. ഞാനൊരു കാര്യം ചോദിച്ചാ മുത്തശ്ശി സത്യം പറയോ? അമ്മ രക്ഷപ്പെടുന്ന പോലെ പോയി കളയത്. എന്താടി ചക്കരെ, പറ. അല്ല, എന്റെ അച്ഛനെ മുത്തശ്ശി കണ്ടിട്ടുണ്ടോ? പറയ് മുത്തശ്ശി, എന്റെ അച്ഛനെ കണ്ടിട്ടുണ്ടോ? ശരി, ഞാൻ ഓരോന്നായി ചോദിക്കാം. അതിന് ഓരോന്നിനും മുത്തശ്ശി മറുപടി പറയണം. അമ്മയെ എന്നെയും അച്ഛനെ എന്തിനാ ഉപേക്ഷിച്ചു പോയത്?